ശ്രീമതി വിനീത ഹരിഹരൻ, ഇവിടെ ഈ വിഷയം കഴിഞ്ഞ കാലം നിയമസഭയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം, ഇത് വയനാടിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതെങ്കിലും വയനാടിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മലയോര മേഖലയുടെ ആകെ പ്രശ്നമാണ്. പലയിടത്തും ആനയും കടുവയും പുലിയും ഒക്കെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭ ഏകാണ്ഡമായി പ്രമേയം പാസാക്കിയത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണം എന്നതാണ്. ഉപദ്രവകാരികളായ ആളെ കൊല്ലി മൃഗങ്ങളെ കൊല്ലുന്നതിനൊക്കെയുള്ള ഇപ്പോഴത്തെ നിയമ തടസ്സം ഒരു വലിയ വിഷയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിഷയമല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളുടെ വിഷയമല്ലേ, ഞങ്ങളല്ല നിങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കേന്ദ്രത്തിനാകുമോ? നിങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്തങ്ങളില്ലേ? മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്തുക, അത് സംരക്ഷിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെയും ചുമതലയല്ലേ? തീർച്ചയായിട്ടും അത് ആരും പറഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണോ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണോ. ഇപ്പൊ ഞാൻ ഈ ഒരു വിഷയത്തില് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നില്ല. ബിക്കോസ് ഇതൊരു എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് പാനലിസ്റ്റ് പറഞ്ഞു, ഇതൊരു പൊളിറ്റിക്കൽ വിഷയമല്ല. അവിടെ സഫർ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ആദ്യം. ഇപ്പൊ ശാശ്വതമായ പരിഹാരം എന്താ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ കോൺസർവേഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പ്രകാരം അതിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങളാണ് പറയണത്. അതിൽ ഒരിക്കലും പറയുന്നില്ല ഇങ്ങനെ നമുക്ക് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ട് തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിൽ നമുക്ക് ഒരു സ്കീംസ് ഒക്കെ ഉണ്ട്. ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു സ്കീം ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ് അത്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട്, സസ്റ്റൈനബിൾ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ, നമുക്ക് ആനിമൽസിനെ കൊല്ലാണ്ട് തന്നെ നമുക്ക് ഹ്യൂമൻസിനെ ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ വയനാടിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 23 വർഷത്തില് ഇത്രത്തോളം 51 ആൾക്കാരാണ് മരിച്ചത്. മറ്റേ കുറെ എലിഫന്റ് അറ്റാക്കും ബൈസനും ടൈഗറും വൈൽഡ് ബോറിന്റെ അറ്റാക്കും ആയിട്ട് 51 ആൾക്കാർ മരിച്ചു. പിന്നെ 106 ആൾക്കാർ ഇൻജേർഡ് ആയി, സ്നേക്ക് ബൈറ്റ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ട് മെത്തേഡ്സ് എന്തൊക്കെയാ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഇന്റർനാഷണൽ ഗ്ലോബൽ ഫേംസിനും മറ്റ് കൺട്രീസിലൊക്കെ എങ്ങനെയൊക്കെ അഡോപ്റ്റ് ചെയ്യണം വെച്ചാൽ അത് നമുക്ക് ഈ ഡെവലപ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് സ്കീമിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കുറെ കാര്യങ്ങൾ, ചെറിയ ചെറിയ ആനിമൽസ് ആണെങ്കിൽ ബീ ഹൈവ് ഫാമിങ്ങും പിന്നെ ഇലക്ട്രോണിക് റിപ്പല്ലൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാർബ്ഡ് വയർ ഫെൻസിങ്, പിന്നെ നമുക്ക് ഇലക്ട്രിക് ഫെൻസിങ് കുറച്ച് സൂക്ഷിച്ചും വേണം. ബിക്കോസ് ആനിമൽസ് അതും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ അതിലൊരു ഡേഞ്ചർ സോൺ വെച്ചിട്ട് ഇലക്ട്രിക് ഫെൻസിങ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതില്ലാണ്ട് തന്നെ നമുക്ക് ഇപ്പൊ പല വിദേശ രാജ്യത്തിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഫ്ലോക്സ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നടത്തുന്നത് വിദേശത്തിലൊക്കെ. ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഡ്രോൺസിന്റെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ കൺട്രിയിൽ. കുറെ ഡ്രോൺസിന് വേണ്ടിയിട്ട് ഒരു സബ്സിഡീസും കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് ആയിട്ട് റിപ്പൽ ചെയ്യാൻ പറ്റും ഈ വൈൽഡ് ലൈഫ് ആനിമൽസിനെ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഈ വയനാട് പോലെ വൈൽഡ് ലൈഫ് ഈ ഫോറസ്റ്റ് ഏരിയാസിൽ ഹൈ ടൈം ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ ലോക്കൽ ആയിട്ട് SPC എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് എറണാകുളത്ത് തന്നെ. നമ്മുടെ ഔട്ട്റീച്ചിൽ പോകുമ്പോൾ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയായിരുന്നു. ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അവരായിട്ട് നമുക്ക് കോൺടാക്ട് വന്നു. SPC എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവരും കുറച്ച് മെഡിസിൻസ് ഒക്കെ ഫെർട്ടിലൈസേഴ്സ് വഴി വൈൽഡ് ലൈഫ് ആനിമൽസിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക, എല്ലാവർക്കും ഒരു ഹാംലെസ് ആയ ഒരു രീതിയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ലോക്കൽ ഫേംസ് ഉണ്ട്, ഗ്ലോബൽ ഫേംസ് ഉണ്ട്, ഡ്രോൺ ടെക്നോളജിയും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് പഴയ പോലെ അല്ല, ഒരുപാട് ടെക്നോളജീസും കുറെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു ലോങ് ടേം സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു വഴിയൊക്കെ ഉണ്ട്. നമുക്ക് ഇത് എപ്പോഴും നമുക്ക് തമ്മിൽ തല്ലി ഇങ്ങനെ BJP ആണ് ചെയ്യേണ്ടത്, CPM ആണ് ചെയ്യേണ്ടത്, കോൺഗ്രസ് ആണ് ചെയ്യേണ്ടത് എന്നല്ല. ഈ ഒരു കാര്യം ഇത് ബിയോണ്ട് പൊളിറ്റിക്സ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് സയന്റിഫിക് വേസ് ആൻഡ് മീൻസ് എങ്ങനെയാ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസും നമ്മുടെ സബ്സിഡീസും ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ എങ്ങനെയാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്ന് അത് നമുക്ക് നോക്കണം. ഇപ്പൊ 48 കോടി ബജറ്റില് ഇയർമാർക്കിയിരിക്കുന്നതാണ് പറയുക കേരള സർക്കാരിന്റെ ബജറ്റില്. അത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക ഇടുക്കിയും വയനാട് പോലെ ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് നോക്കേണ്ടത്. തീർച്ചയായും എന്തായാലും അത്യാധുനിക സംവിധാനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ വനം വകുപ്പ് അത്രമാത്രം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അതിന്
ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥരുടെ വിന്യാസം പോലും വളരെ കുറവാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഡ്രോൺ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അത്തരം സംവിധാനങ്ങൾ മതിയായതാണോ? റേഡിയോ കോളർ പോലും കടമെടുക്കേണ്ടുന്ന സാഹചര്യം പോലും നമ്മൾ നേരിടുന്നു എന്നതാണ്. അക്കാര്യം ഒക്കെ പരിശോധിക്കാം.